അമ്മയോട് അവസാനം അവൾ പറയും, ഞാനിങ്ങനെ UN സ്റ്റാഫിൽ അംഗത്വത്തിൻ്റെ പരീക്ഷയിൽ എഴുതിയിരിക്കണമെന്ന് പറയുമ്പോൾ അമ്മ ഉടനെ എടുത്ത വായിക്കും പറയും, നിനക്ക് സെലക്ഷൻ കിട്ടുമെന്ന് പറയും. അവർക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ധ്യാന വിഷയം. എന്താ അവൾ പറഞ്ഞത്? ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം പ്രോജക്റ്റ് എന്താണെന്ന് അമ്മ എന്നോട് ചോദിക്കരുത്. എന്താണ് ചോദിക്കാൻ പാടില്ലാത്ത കാര്യം? ഞാനത് തോക്കുകയാണെങ്കിൽ അമ്മ അറിയത്തില്ലേ ഞാൻ തോറ്റെന്നുള്ളത്. അപ്പം സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും തോക്കപ്പെടുന്ന ആളായിട്ട് അറിയപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആധ്യാത്മികതയ്ക്ക് എതിരാണ്. എപ്പോഴും ദൈവം സ്റ്റാറ്റസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ് വർക്ക് ചെയ്യണത് ക്രോസ് അപ്പോൺ ക്രോസ് വരുമ്പോഴാണ്. കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ കുരിശിന് മേൽ കുരിശായിട്ടാണ് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത്. അതായത് നമ്മളെ എപ്പോഴും സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ നിർത്തണം ദൈവത്തിനെ. സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ, കൃപയുടെ സ്റ്റേറ്റിൽ. ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ ഒരു കൈ അമ്മ മാത്രമേ ഉള്ളത് വീട്ടിൽ, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, നിങ്ങൾ പല ജോലിയുണ്ട്, ഒക്കെ ചെയ്യണം. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് രോഗവും വരും. എൻ്റെ മക്കളെ, ഇപ്പോഴൊന്നും നിങ്ങൾ പരാതി പറയരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിടിയിട്ടില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ തട്ടിക്കഴുത്ത് കയറി അല്ലെങ്കിൽ ഭാര്യയുടെ കഴുത്തെ കയറി മക്കളോട് പറഞ്ഞ് നീ കണ്ണ് കാണാൻ പാടില്ല, നീ മനുഷ്യനാണെന്നൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. കൃപയുടെ ടാപ്പിംഗ് ടൈമാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈം ആകുമ്പോൾ ക്രിസ്തുവിനോട് മാത്രമേ നിങ്ങൾക്ക് സംവേദിക്കേണ്ട കാര്യമുള്ളൂ. മറ്റതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്യണ ക്രമീകരണങ്ങളല്ലേ. അപ്പോൾ കൊണ്ട് ഗ്രേസ് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ഗോഡാണത് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ പവർ ഓഫ് ഗോഡ് അടിക്കണ സമയത്ത് മൗനമായിരിക്കണം. ഇപ്പം കർത്താവ് നുകം വെക്കുമ്പോഴേ 3:28 വിലാപം പുസ്തകം എടുത്തേ 3:27 വിലാപങ്ങൾ 3:27-28 വിലാപങ്ങൾ 3:27-28 യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. നല്ലതാണെന്നാ പറയണത്. നുകമേ ഭാരം നല്ലതാണെന്ന് ഒരു ലോകത്തിലെ ഒരു മതപുസ്തകവും പറയത്തില്ല. ഇത് കൃപയുടെ പുസ്തകമായത് കൊണ്ടാണ് പറയണത്. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി. നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ, അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. എന്നുവെച്ചാൽ വിളിച്ച് കൂവരുത്. മൊബൈൽ എടുത്തിട്ട് ആൻറ്റിയോടും അമ്മയോടും നാത്തുമാരോടും വീട്ടുകാരോടും വിളിച്ച് കൂവരുത്. ഏകനായിരിക്കണമെന്ന്, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ദൈവമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ അറിയണം. ഒന്നൊരു വായിച്ചത് യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. നുകം വെക്കുമ്പോൾ അതറിയാം, അമ്മയ്ക്കറിയാം, അപ്പായാണ് നുകം വെച്ചിരിക്കണമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. ഈശോ കാണാതെ പോയില്ലേ? ഈശോ കാണാതെ പോയപ്പോൾ അപ്പനും അമ്മയും കൂടി തിരക്കി ചെല്ലുമ്പോൾ ഈശോ ചോദിക്കണത് അമ്മയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ? നിങ്ങളത് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ? വേണമെങ്കിൽ ഈശോക്ക് അത് ചോദിക്കാതിരിക്കാമായിരുന്നു. അപ്പോൾ ദൈവം ഉണ്ടാക്കുന്ന നെഗറ്റീവ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലോകത്തോട് പറയുന്നത് മറിയമാണ്. കൈയടിച്ച് കർത്താൻ ആരാധനയിലൂടെ പാഠശാലയിൽ ഇരുന്ന് കർത്താവിനെ പറ്റി ധ്യാനിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. സന്തോഷത്തോടെ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളം തലമുറകൾ തോറും പാടും ഭാഗ്യവതീയം ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് മനുഷ്യന്
യൗവനത്തിൽ നുകം വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോരുത്തർ പറയത്തില്ലേ അവിടെ അവരെന്ത് പറയാനാണ്? അവർ പിശാചിനുണ്ടായിരിക്കും നിങ്ങൾ പറയണത്. നാത്തൂനായിരിക്കും കാര്യം ശരി. അവർ ചിലപ്പോൾ സാരി എടുത്ത ചുരിദാറിട്ട പിശാചായിരിക്കും. അറിയത്തില്ല, നമുക്കറിയത്തില്ല. അവർ പറയും കൊള്ളാം, നീ എങ്ങനെ ആട്ടും തുപ്പും കണ്ട് കിടക്കുക, അവിടെ വായിട്ടും കുത്തും, അവളുടെ വായിട്ടും കുത്തും മേടിച്ച് അവിടെ കിടക്കുകയുള്ളൂ. എൻ്റെ അടുത്ത് ആരെങ്കില അഭ്യാസം ഞാൻ കാണുന്നത് നിർത്തി കളഞ്ഞാൽ അതല്ലേ അവർ പറയത്തുള്ളൂ. അതല്ലേ അവർ നിങ്ങളെ പറയുന്ന ആൾക്കാർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇതല്ലേ പറയത്തുള്ളൂ. അവളുടെ ക്യാമത്തല്ലേ പറയത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിന് വേണ്ട. കൈയിടിച്ച് കർത്താവ് അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. അപ്പം ഈശോയുടെ വായം തന്നെ ഇത് കേട്ടപ്പോൾ അമ്മ എന്താ ചെയ്തത്? ഉടനെ പറയണ എന്താ? 2:48 ലൂക്കാന്റെ സുവിശേഷം. ലൂക്ക 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അടുത്ത വചനം. അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾ ഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കണതിൻ്റെ പൊരുൾ എന്താണെന്ന് ചില സമയത്ത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ദൈവം എന്താ ഇപ്പം ഇങ്ങനെ ചെയ്തത് നമുക്കറിയത്തില്ല. അപ്പോഴങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉള്ള വിശ്വാസം കളയുകയല്ല ചെയ്യേണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് ആധ്യാത്മിക നടപടി എന്ന് പറയണത്. അപ്പോൾ എന്താണ്? അവിടെ നിങ്ങളുടെ മേൽ നുകം വെക്കുമ്പോൾ നിങ്ങൾ ഏകനായിരിക്കണം. പിന്നെ എന്താണ് കാര്യം? ഇത് ആവശ്യമില്ലാത്ത പാട്ടിക്കൊണ്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഏകനായിരിക്കുന്ന അർത്ഥം എന്താ? ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നതിൻ്റെ അർത്ഥം. അമ്മ അതാണ് ചെയ്യണത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലിരിക്കുന്നത് ആരാണ്? ദൈവമല്ലേ. ദൈവത്തെ സംഗ്രഹിച്ചെന്നായി പറയണത്. മനസ്സിലായില്ലേ? അതുപോലൊരു ടൈമാണ് ഗ്രേസ് ടാപ്പിംഗ് ടൈം എന്ന് പറയണത്. ദൈവത്തിൻ്റെ ശക്തി സംഭരിക്കുന്ന സമയം, അത് സഹനത്തിൻ്റെ സമയമാണ്. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, ഞാൻ ഉപവസിച്ചാണല്ല, ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്താണല്ല, ഞാൻ പൊതിച്ചോറ് കൊടുത്താണല്ല, ഞാൻ വസ്ത്രം കൊടുത്താണല്ല. മിണ്ടിപ്പോരുത്, മിണ്ടരുത്. കാര്യം ഇവളെന്താ സംഭവിച്ചിരിക്കണത്? അവൾ നല്ല ആഴമുള്ള കുട്ടിയാണ്. അവൾ പറഞ്ഞ്, കർത്താവേ നിനക്ക് എന്നെ ഒന്ന് ഓർപ്പിച്ച് തരാൻ പാടില്ലായിരുന്നോ? 15 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ലല്ലോ. കണ്ടെത്തി അങ്ങനെ ഒന്നും അവൾ പറഞ്ഞില്ലല്ലോ. സങ്കടപ്പെട്ടെന്നല്ലേ ഉള്ളൂ. പക്ഷേ എന്താണ്, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിക്ചർ മാറിയില്ലേ? അവളുടെ മനസ്സിൽ എഴുതിയിരുന്ന മനസ്സിലുണ്ടായിരുന്ന ഉത്തരം മുഴുവനും അത് കറപ്പിച്ചിരുന്നെങ്കിൽ അവൾ തോറ്റുപോയത്, നെഗറ്റീവ് മാർക്ക് അടിച്ച്. അപ്പോൾ ദൈവം എല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ. അതാണ് നുകം വെക്കണത് നല്ലതാണെന്ന് പറയണില്ലേ? നുകം വെക്കണത് നല്ലതാണ്. ഈശോയുടെ ഒരു രീതി അറിയാമല്ല. ഈശോ സഹനം തരുമ്പോൾ അത് വെള്ളം കാണുമ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീടത് മനസ്സിലാകും. ഇപ്പോൾ ഒരു ഓട്ടിസം കുഞ്ഞിനെ കർത്താവ് തന്നിരിക്കണം വിചാരിച്ചു, അത് നമുക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ പറയണത്, നിങ്ങളെന്താ പറയണത്? എൻ്റെ അനിയത്തി നല്ല അടിപൊളി പിള്ളേരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിനൊക്കെ നല്ലോണം പഠിക്കാൻ നടക്കണം, എനിക്ക് മാത്രം ഈ പിശാചിനെ തന്നെന്ന് പറയും. പുറത്ത് പറയത്തില്ലേ, കുഞ്ഞിനെ കേൾപ്പിച്ചും പറയത്തില്ല, മനസ്സിൽ വിചാരിക്കും. ഞാൻ പറഞ്ഞ ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. മിണ്ടരുത്. കർത്താവ് അവിടെ നിങ്ങളുടെ മുഖം വെക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കണം. കാര്യം നിങ്ങളുടെ ഭർത്താവ് പോലും അത് നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വളരത്തില്ല. കാര്യം അത് അമ്മയാണല്ലോ ഇതിൽ അനുഭവിക്കുന്നത്. അപ്പനും അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഓട്ടിസം കുഞ്ഞിൻ്റെ കാര്യം മുഴുവൻ അനുഭവിക്കുന്നതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പങ്കുചേരുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പളായിട്ടുള്ള എമൗണ്ട് അമ്മയുടെ കയ്യിലാണ് വരണത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അൽഫോൻസാമ്മയേക്കാൾ വലിയ റാങ്കിലേക്കാണ് ദൈവം ഇപ്പം തന്നെ വിളിച്ചിരിക്കുന്നത്. അൽഫോൻസാമ്മയേക്കാൾ വലിയ, നിങ്ങൾക്കിനി തീയിൽ കൊണ്ടുപോയി കൈ കൊണ്ടുപോയി തീടത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നിങ്ങളുടെ കൈ മാത്രമല്ല, നിങ്ങളുടെ ശരീരം മൊത്തം അടപ്പിൻ്റെ തിരിക്കുകയാണ്. അൽഫോൻസാമ്മയെപ്പോലെ ഇനി നിങ്ങൾക്ക് കൈ കൊണ്ടുപോയി തീടത്ത് വെക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ശരീരം മുഴുവനും ഈ ജന്മം തന്നെ അടപ്പിലിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. അമ്മ നമുക്ക് നൽകുന്ന കൃപയ്ക്ക് മേൽകൃപയാണിത്. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ കുഞ്ഞിനെ പോറ്റി വളർത്താൻ, ദൈവം ആഗ്രഹിക്കുന്ന അത്രയും വളർത്താൻ എനിക്ക് അഭിഷേകം തരണമേ. ക്ലേശങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, രോഗങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, വേദന അനുഭവിക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി എന്റെ ജീവിതത്തിലെ അന്നു വേണ്ട ആഹാരം പോലെ വേണ്ടുന്ന ആഹാരം പോലെ ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേൽ ക്ലേശങ്ങള്, ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേലുള്ള ക്ലേശങ്ങൾ കൃപയുടെ മേൽ കൃപയായി, കൃപയുടെ മേൽ കൃപയായി എന്നെ ദൈവം വിളിച്ചതിന്റെ ദൈവസ്നേഹമായി അനുഭവിച്ച അഭിഷേകം പ്രാപിക്കാൻ ആത്മജ്ഞാനം നൽകണമേ, എനിക്ക് ആത്മജ്ഞാനം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുക കൃപയരുക അളവന്യെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയിൽ ദൈവകൃപയരുക ദൈവകൃപയരുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതും, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ യൂട്യൂബിൽ ധ്യാനം കൂടിയുള്ളവർ കൈപൊക്കിക്കുക. അയ്യോ, ഇത്രയും പേരെയുള്ളോ യൂട്യൂബിൽ കൂടിയത്? നിങ്ങൾ സ്ഥിരയുടെ വന്ന് കൂടുന്നവരാണ്. എൻ്റെ മക്കളെ, നിങ്ങളിവിടെ കൂടിയാൽ യൂട്യൂബിൽ ഒരു പ്രാവശ്യം കൂടി കൂടിയിട്ട് അതിൻ്റെ അന്തസത്ത നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. കാര്യം അത് നമ്മൾ ധ്യാനം കൂടാൻ വചനം കേൾക്കുകയല്ല, ഉടമ്പടിയിൽ ഉയരുകയാണ് നമ്മൾ ചെയ്യണത്. ഉടമ്പടിയുടെ ആഴങ്ങളിലേക്ക് ആഴപ്പെടുകയാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ധ്യാനം ഇവിടെ മാത്രമല്ല ലോകത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അച്ഛനാണെങ്കിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടിയോ ധ്യാനിപ്പിക്കുകയോ കൊച്ചു കഥ പറയാൻ വേണ്ടി കഥ പറയുകയോ ഒന്നും നമ്മൾ ഒരു കാലത്തും ചെയ്തിട്ടില്ല. എല്ലാം കർത്താവിന് വേണ്ടി മാത്രം വാദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം എടുത്ത് ദൈവത്തിന് അവിടെ ഒരു സ്ഥാനം കിട്ടി നിങ്ങൾ ദൈവത്തിൽ ഉയർന്നു വരാൻ വേണ്ടി ഉള്ള ഇറ്റുനോവ് മാത്രമാണ് നമ്മുടെ ധ്യാനങ്ങളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ ഒത്തിരി പേര് ധ്യാനം കൂടുന്നുണ്ട്, അവർ സാക്ഷ്യം പറയുമ്പോഴൊക്കെ അത് പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ ആഴമുള്ള ഇരുത്തം വന്ന സുവിശേഷത്തിൻ്റെ സന്തോഷമുള്ള സാക്ഷികളായി വളരണം. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സന്തോഷം ഭൗതിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അടിസ്ഥാനം. ഇപ്പോൾ ചില ബർത്ത്ഡേയൊക്കെ വിഷ് ചെയ്യുമ്പോൾ ഭർത്താവ് ഭാര്യ ഭർത്താവിനൊന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? സർപ്രൈസ്. എന്ത് സർപ്രൈസ്? ഇങ്ങനെ സർപ്രൈസ് അടിച്ച് നിങ്ങളെല്ലാം ഞരമ്പ് രോഗികളായിപ്പോയില്ലേ? എൻ്റെ മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സർപ്രൈസിന് മാത്രം നമ്മുടെ ജീവിതം ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഉള്ള അവസ്ഥ എന്താണ്? നമ്മൾ ഒരിക്കലും ദൈവത്തിൽ വളരത്തില്ല. ദൈവത്തിൽ നമുക്ക് സർപ്രൈസ് അല്ല ലഭിക്കണത്. ഇപ്പോൾ എന്താ പ്രശ്നം? ആൾക്കാരുടെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് പ്രൈസ് മെക്കാനിസം പോലെ സർപ്രൈസിന് വേണ്ടി ആൾക്കാരിങ്ങനെ എക്സ്പെക്റ്റേറ്റീവായിട്ട് ഇങ്ങനെ ആൾക്കാരെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഈ പണ്ടാരത്തിന് നമ്മൾ ഒരു കാലത്ത് ആധ്യാത്മികം വളർത്താൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാര്യം ഇതിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്, ഇതിനെ ഒന്ന് ഇങ്ങനെ ഇളിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ സർപ്രൈസ് കൊടുക്കണം. എൻ്റെ അമ്മ എന്ത് കഷ്ടമാണ്! ഇതിൻ്റെ മുഖം തെളിയണമെങ്കിൽ നമ്മൾ സർപ്രൈസ് കൊടുക്കണം.
ഓരോ ഭർത്താക്കന്മാരൊക്കെ എന്തെല്ലാം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാവേവേര് കെട്ടി തൂങ്ങുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മക്കളെ സർപ്രൈസ് വേണ്ട നമുക്ക്. നമ്മൾ ദൈവത്തിൽ നിങ്ങൾ കുറച്ച് ഈടുള്ളവരായിട്ട് മാറുക. കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത സർപ്രൈസൊക്കെ അറിയാവില്ല, ഒരു 1.5 സർപ്രൈസായി പോയി. പക്ഷേ എന്താ സംഭവം, അവർക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ജ്ഞാനമുണ്ട്. ഇതെല്ലാം കൃപയ്ക്ക് മേൽ കൃപ അവരെ വർദ്ധിപ്പിച്ചെടുത്തിട്ട് നിത്യതയിൽ അവരെ ഇങ്ങനെ ഭൂസ്വലോരാജ്ഞിയായി മുട്ടിത്തിരിപ്പിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് വല്ലാത്ത സർപ്രൈസാണ്, സ്വർഗത്തിൻ്റെ സർപ്രൈസ്. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം സ്വർഗത്തിൻ്റെ സർപ്രൈസ് ആയിരിക്കണം, അല്ലാതെ കാലത്തിൻ്റെ ലോകത്തിൻ്റെ വല്ല. കൈയിടിച്ച് കർത്താസൂരയിൽ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യും.